റാണിമേലിൽ വനിതാ ബൂത്ത് ഏജന്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പുതുക്കയത്ത് പ്രതിഷേധ സംഗമം നടത്തി. മുസ്ലിം ലീഗ് നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗളത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. VK മൂസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ മോഹനൻ പാറക്കടവ്, NK മൂസ മാസ്റ്റർ, കളത്തിൽ കുഞ്ഞാലി, രവീഷ് വളയം, അഷ്റഫ് കൊറ്റാല, ഡോൺ K തോമസ് എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ സ്വാഗതവും ഷബി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ന് രാവിലെ എല്ലാവരും തന്നെ ആഹ്ലാദത്തോടുകൂടി സമാധാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ എല്ലാ പാർട്ടിക്കാരും പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹ ബഹുമാനങ്ങൾ പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നെടുമ്പറമ്പിൽ ഇവിടെ മാത്രം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്, എല്ലാവർക്കും അറിയാം. ആ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ അവിടെ അക്രമത്തിനും അതുപോലുള്ള പൊങ്കിലൊന്നും യാതൊരു പങ്കുമില്ല. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തെ അതേ രീതിയിൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം ഏതാണ്ട് 100ഓളം ബൂത്തുകളിൽ സന്ദർശിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ കൂടെയും അല്ലാതെയും 100ഓളം ബൂത്തുകളിൽ വളയം പഞ്ചായത്തിലും ചെക്യാടും നാദാപുരത്തും അടച്ചേരിയിലൊക്കെ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ വിവിധ പാർട്ടികളുടെ കേന്ദ്രങ്ങളുണ്ട്. CPM-കാർ മാത്രമുള്ള ബൂത്തുകളുണ്ട്, CPM-കാർ ഇല്ലാത്ത ബൂത്തുകളുണ്ട്, ഐക്യജനാധിപത്യ മുന്നണി മാത്രമുള്ള ബൂത്തുകളുണ്ട്. ഇതൊക്കെ സാധാരണമാണ്. ആ ബൂത്തുകളിലൊക്കെ തന്നെ നമ്മൾ സന്ദർശിക്കും. ചെറിയ ചെറിയ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായാൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കും. ഇതൊക്കെയാണ് സാധാരണഗതി സംഭവിക്കാറ്. ഇന്നലെ ഇവിടെ നടന്നത്, ഞാൻ വരുന്ന വഴിക്ക് ഈ പ്രദേശത്തുള്ള പല ആളൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു ചെയ്തത് ശരിയായില്ല എന്ന് എല്ലാവരും പറയും. ഇന്നലെ UDF-ന്റെ പഞ്ചായത്ത് കൺവീനറും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ മുത്തലിബിനെ അടിച്ചത് ശരിയായില്ല എന്ന് എല്ലാവരും പറയും. അത് ന്യായീകരിക്കുന്ന ഒരാൾ പോലും നെടുമ്പറമ്പ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിജിന കിഴക്കയിൽ എന്ന് പറയുന്ന യുവരാഷ്ട്രീയ പ്രവർത്തക, നവരാഷ്ട്രീയ പ്രവർത്തക, അവരെക്കുറിച്ച് പ്രത്യേകമായൊരു കുറ്റമൊന്നും ഈ നാട്ടുകാർക്കില്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ മത്സരിച്ചു, നല്ല മത്സരം കാഴ്ചവെച്ചു, നല്ല സ്വഭാവശുദ്ധിയുള്ള നല്ല വ്യക്തിത്വമുടമയായ വിദ്യാസമ്പന്നയായ ഒരു യുവതിയാണ്. അവർ ഈ നാട്ടിലുള്ള ജനാധിപത്യ പ്രവർത്തനത്തിലിറങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലിറങ്ങുന്നതിൽ ആളുകൾക്കൊക്കെ സന്തോഷമാണ്. അവരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കുമില്ല. അപ്പോൾ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാത്ത NK മുത്തലിബ് എന്ന് പറയുന്ന പഞ്ചായത്ത് UDF-ന്റെ കൺവീനർ, അതായത് നമ്മളൊരു ഏരിയ സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്ന ആളാണ്. ഇന്നലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, CPM-ന്റെ പല നേതാക്കന്മാരും നമ്മളെ ബൂത്തുകളിലൊക്കെ അടുത്തൊക്കെ വന്ന് സന്ദർശിച്ച് UDF നേതാക്കന്മാർ സന്ദർശിച്ചത് സ്വാഭാവിക സംഭവമാണ്. അങ്ങനെ വരുന്നത് നാട്ടിലെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ആരെയും ഈ സംഭവ സ്ഥലത്ത് വന്ന് സമാധാനമുണ്ടാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മുത്തലിബിനെയും മറ്റ് UDF-ന്റെ അനുഭാവികളെയും വളരെ നിഷ്ഠൂരമായിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് ഈ ആക്രമണം ഞങ്ങൾക്കറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്പം സ്വാധീനം കൂടിയ സ്ഥലമാണ്. ആ സ്വാധീനം കൂടിയ സ്ഥലത്ത് ആരെയും പ്രവർത്തനം അനുവദിക്കില്ല എന്നാണോ നിങ്ങൾ തീരുമാനമെങ്കിൽ നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ എല്ലാവർക്കും സ്വാധീനമുള്ള ഏരിയ നോക്കാം. മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ജനാധിപത്യ വിശ്വാസികളായാലും അവരെല്ലാം തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ BJP-യുടെ ഫാസിസ്റ്റ് നിലപാടുകളെ അങ്ങേയറ്റം എതിർക്കുന്നവരാണ്. എല്ലാവർക്കും ജനാധിപത്യം വേണം, എല്ലാവർക്കും പൗരാവകാശം വേണം, എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാ സംഘടനയും നിലകൊള്ളുന്നത്. എന്താ ഈ നെടുമ്പറമ്പത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം ഒരു നേരം പിടിച്ചിട്ടില്ലേ? എന്താ അറിയില്ലേ? നമ്മൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മാത്രം അതാത് പാർട്ടി പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നാദാപുരം നിയോജകമണ്ഡലത്തിലെ എല്ലാ സ്ഥലവും നെടുമ്പറമ്പ. ഇവിടെ നെടുമ്പറമ്പല്ലാതെ വേറെ പാർട്ടിക്കാർക്കും വേറെ മുന്നണിക്കാർക്കും സ്വാധീനമുള്ള സ്ഥലമുണ്ട്. ആർന്ന് മാർക്സിസ്റ്റ് അടിച്ചാൽ ശരിയാ? ആ അടി ശരിയാണോ? ആ അടിയും തെറ്റാണ്. ഒരാളുടെയും സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല. മാർക്സിസ്റ്റായി, ലീഗായി, കോൺഗ്രസായി. ഈ മുത്തലിബ് അക്രമകാരിയാണ് ദേശാഭിമാനി എഴുതി കണ്ടാത്തിന് അത്രയേ ഉള്ളൂ. ഒരു 80% മുത്തലിബുള്ളൂ. എല്ലാവരും 100 ഉണ്ടെങ്കിൽ
ഞങ്ങൾ വേറെ ഒരു ഊക്കും ചക്കുലും കാണിക്കുന്നില്ല. ജനാധിപത്യം എല്ലാവർക്കും വേണം. ആ അവകാശം എല്ലാവർക്കും പകവച്ച് കിട്ടണം. ഒരാൾക്ക് എന്നല്ല, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഈ അവകാശം ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. നാദാപുരം നിയമനത്തിന്റെ കലാപത്തിന്റെയും കുഴപ്പത്തിൻ്റെതായ കാലം കഴിഞ്ഞുപോയി. കലാപവും കുഴപ്പമില്ലാണ് സമാധാനത്തിന്റെ കാലഘട്ടം. എന്തെല്ലാം നടന്നുവിടാം, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കി, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഇടപെട്ട്, ഏതെല്ലാം സംഭവങ്ങൾ നമ്മുടെ നാട് നടന്നു. ഇതെല്ലാം തന്നെ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് വരുമ്പോ ഇവിടെ കോർട്ടാക്ക് ദുനിയാവ് തിരിയാത്ത ഒരു കളി അത് വേണ്ട. അതുകൊണ്ട് ഞാനിപ്പോ അധികം പ്രസംഗിക്കുന്നില്ല. പ്രസംഗിച്ചിട്ട് തന്നെ പ്രകോപനായി പോയി എന്ന് പറയണ്ട. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ ആളുകളൊക്കെ പറയാനുള്ളത്, എല്ലാവർക്കും തുല്യമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ കൂട്ടായി പ്രവർത്തിക്കണം. എല്ലാവർക്കും വേണം സ്വാതന്ത്ര്യം, എല്ലാവർക്കും വേണം നന്മ, എല്ലാവർക്കും കൂട്ടായി നന്മയോടെ സ്വാതന്ത്ര്യത്തോടെ പൗരാവകാശം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, മനുഷ്യസ്നേഹികൾ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ആളുകൾ എല്ലാം ഒന്നായി നിന്ന് നമുക്കിവിടെ കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി ഈ നാടിന്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക്, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയും സഹായവും ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പിൽ വാണിമേൽ പഞ്ചായത്തിൽ പ്രത്യേകിച്ചും നമ്മളെപ്പോഴും ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും CPM-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പരസ്പരം ആശയവിനിമയം നടത്തി സംഘർഷ സാധ്യതകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതികളാണ്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു യോഗം വിളിച്ചു ചേർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ. എന്നിട്ട് എല്ലാ ബൂത്തുകളിലേക്കും സംഘർഷങ്ങൾ ഒഴിവാക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ബൂത്തിലുണ്ടെങ്കിൽ ആ ബൂത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പുതിയ ഭരണസമിതിയൊക്കെ വന്നു. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. ഇവിടെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. ഇവിടെ ഈ നാട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. ഞാനെല്ലാം ഓർമ്മിക്കുന്നില്ല. ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മറികടന്ന് ഇപ്പൊ നാട് വളരെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുണ്ടായത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതുപോലെ ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ മാറ്റി ചിന്തിക്കുകയും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ നാട് മാറിയത്.